പാട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ചങ്ക്സ് ചോയ്സ് വരാൻ ജഡ്ജസ് ഒക്കെ മാറി, അവരൊക്കെ പണ്ട്. നോക്കാം. അപ്പൊ ശ്രീകുട്ടിക്ക് അറിഞ്ഞൂടെ ഒരാളെ സെലക്ട് ചെയ്യണം, എന്നിട്ട് എന്തുകൊണ്ടാണ് ആളെ സെലക്ട് ചെയ്തെന്ന് പറയാം. ഓക്കെ, ഞാൻ ഇപ്രാവശ്യം ആര്യ ചേച്ചിയുടെ സെലക്ട് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട്? കാരണം എന്താ വെച്ചാ ആര്യമാമിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഇഷ്ടമല്ല. അങ്ങനെയല്ല, അവള് ഫുള്ള് പറയട്ടെ, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊരു റെയർ രീതി. ചോദിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എല്ലാരും അടിപൊളി പേഴ്സണാലിറ്റിയാ. ഞാൻ ആര്യ മാമിന്റെ രീതി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എനർജറ്റിക് പേഴ്സണാലിറ്റിയാണ്. പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡഡ്. അപ്പം ഒരാളെ അപ്പം ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള കൂടെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും. പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരാണ്. അല്ല അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആര്യ ചേച്ചി സെലക്ട് ചെയ്യാൻ കാരണം. ഓക്കെ, ആര്യ ചേച്ചി പണി തരുമോ നോക്കാം. ഇത്രയൊക്കെ കൊണ്ട് തോറ്റു. അതെ അതെ. എന്നാ കുറച്ച് മിമിക്രി ആവാംന്ന്. മനസ്സിലായില്ലേ, സങ്കടവും വരും നമുക്ക് ചില സമയം. അയ്യോ. ഓക്കെ, ശ്രീകുട്ടി എന്ത് മിമിക്രിയാ ചെയ്യാൻ പോന്നേ? ഞാൻ ആര്യ മാമിന്റെ മിമിക്രി. ശരി, ഫാൻസ് ഉണ്ണിയങ്ങളൊക്കെ. അതെ, ശ്രീയക്കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശ്രീയക്കുട്ടീന്റെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയായിരുന്നു. ആ അനുപല്ലവിയിൽ ഒരു ലൈൻ പാടിയില്ലേ, അത് പാടിയപ്പോ ഞാൻ MJ സാറിനെ നോക്കി, MJ സാർ എന്നെ നോക്കി, ഞാൻ ഉണ്ണി സാറിനെ നോക്കി, ഉണ്ണി സാർ എന്നെ നോക്കി. അടിപൊളിയായിരുന്നു. എനിക്ക് പാട്ട് നല്ല ഇഷ്ടമായി. മിടുക്കി, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. ഡ്യൂപ്പുണ്ട് നമുക്ക്. ഞെട്ടിച്ചു. ഇനി വേറെ ആളെ കാണിക്കോ? MJ അങ്കിളിനെ കാണിക്കോ? ആഹാ, അടിപൊളിയായിരുന്നു എന്ന് പാടിയത്. വെൽവെറ്റ് വോയിസ് ആണ് ശ്രീയക്കുട്ടിയുടെ. ഭയങ്കര അടിപൊളിയാട്ടോ. അങ്ങനെയൊക്കെ ശ്രീയക്കുട്ടിയുടെ വോയിസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം ശ്രീയക്കുട്ടി അടിപൊളി സിംഗറാണ്. MJ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാണ്ട് അടിപൊളി സിംഗറാണ്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഇനി ശരിക്കും നോക്കാം പാട്ട്. ഓക്കെ, ഒരാളെ എടുത്തു. പണി തരാത്തത് ആരായിരിക്കും വെച്ചാൽ ഞാൻ 3 മുഖം കണ്ടിട്ട് ഇപ്രാവശ്യം MJ സാറിന്. എന്താ MJ അങ്കിൾ പണി തരില്ല? അല്ല, അങ്ങനെയല്ല. MJ സാറിന്റെ മ്യൂസിക് കമ്പോസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഫേവറേറ്റ് പാട്ട് എന്താ വെച്ചാൽ, ഇപ്പം എല്ലാ കുട്ടികൾക്കും ഈ എല്ലാ ജനറേഷനിലുള്ള പാട്ട് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അപ്പം MJ സാറിന്റെ പാട്ടൊക്കെ മോസ്റ്റ്ലി എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന പാട്ട്. അപ്പം ഭയങ്കര ഒരു റെയർ മ്യൂസിക് ആണ്. അതുകൊണ്ട് അപ്പൊ ഇത് മാജിക്കൽ മെലഡിയാ കിട്ടിയിരിക്കുന്ന. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മാജിക്കൽ മെലഡീസിൽ പാലപ്പൂവേ പാടാൻ പോകും. ശരി, ഞാൻ ഗന്ധർവൻ. നമ്മുടെ ശ്രീകുട്ടി പാട്ട് പാടാൻ പോവാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും സ്ക്രീനിന്റെ താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ശ്രീകുട്ടിയെ വോട്ട് ചെയ്യണം കേട്ടോ. മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. പാലപ്പൂവേ നീ തിരുമംഗല്യത്താടി തരൂ. മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നീ തിരുമംഗല്യത്താടി തരൂ. മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ.
തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ കാണാതെ മിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നീ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. നീലക്കാർമുകിലോരം വിളയാടുമ്പോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുമ്പോൾ നീലക്കാർമുകിലോരം വിളയാടുമ്പോൾ മല്ലിപ്പൂമ്പുഴയോരം കളിയാടുമ്പോൾ മാനസം മൃദുല വസന്തമയൂര നടകളിൽ തെല്ലിടം തൊടിയായി പദമണിയുമ്പോൾ കാവുണരുമ്പോൾ പദമണിയുമ്പോൾ കാവുണരുമ്പോൾ മുത്തിളകുന്ന മനോലതയിൽ ഗന്ധർവരാഗമാ പാലപ്പൂവേ നീ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ കാണാതെ മിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നീ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. ആഹാ സൂപ്പർലേറ്റീവ് പെർഫോമൻസ്. വെൽക്കം. അപ്പൊ ഇനി കുട്ടിക്ക് നല്ല മാർക്ക് കൊടുക്കാതെ എന്ത് ചെയ്യും? അതെ അതെ മോശമാക്കരുതല്ലോ നമ്മള്. എത്ര വേണം? പറ്റുമെങ്കിൽ 100 അല്ലെങ്കിൽ 99. വെരി ക്ലിയർ. ഈ സെലക്ഷൻ അങ്ങനെ രണ്ട് സെലക്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല, ഒരൊറ്റ ആൻസറേ ഉള്ളൂ. 100 ബട്ട് സ്റ്റാർ വേണ്ട. 100 ബട്ട് സ്റ്റാർ വേണ്ട. അതാണ് ഗസ്. ഒരു കാര്യം ചെയ്യാം, 100-ല് ഒരു മാർക്ക് കുറച്ചോ. 99. That is fine. Is that okay? Not okay for me. I have something to say. I would like to give 0.5 also. Add on 0.5. Okay, thank you. ചേട്ടൻ പറഞ്ഞ പിന്നെ അനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, അനുസരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. So it's going to be 99.5 on 100 for Shriyakutti today. Thank you. ശ്രീകുട്ടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ.